ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് നമുക്ക് പ്രിൻറ്റഡ് സ്റ്റൈലിൽ എഴുതാൻ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ എഴുതുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും ഇത് എങ്ങനെയാണ് ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങളോടും പറയാണ്, എൻ്റെ ഒരു കഴിവോ ടാലൻറ്റോ ഒന്നുമല്ല, ഇത് ഞാൻ പഠിച്ചെടുത്ത കാര്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ തന്നെ എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അന്ന് യൂട്യൂബിൽ കയറി ട്യൂട്ടോറിയൽ നോക്കണതൊന്നും അത്ര പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റാൻഡമായിട്ടൊരു ബുക്ക് എടുത്തിട്ട് അതിലത്തെ ലൈൻസൊക്കെ നോക്കി എഴുതാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചില ലെറ്റേഴ്സ് നമ്മൾ നോർമൽ എഴുതുന്നതും അതേപോലെ പ്രിൻറ്റഡ് ആയിട്ട് എഴുതുമ്പോഴും ഡിഫറൻസ് ഉണ്ട്. അതുപോലത്തെ ഒരു ലെറ്ററാണ് എ എന്ന് പറഞ്ഞ ലെറ്റർ. നമ്മൾ നോർമലി എഴുതുന്ന എയും പ്രിൻറ്റഡ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന എയും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ ലെറ്ററും ഡിഫറെൻ്റ് ആണ്. നോർമലി കേഴ്സീവ് ആയിട്ട് എഴുതുമ്പോഴുള്ള ബി ഇതുപോലെയല്ല, ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഈ നമ്മൾ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കണം. പിന്നെയുള്ള ലെറ്ററാണ്, ഒരു മെയിൻ ലെറ്ററാണ് ജി. ജി കുറച്ചെന്നല്ല വളരെയധികം ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ സാധാരണ എഴുതുന്ന ജി വെച്ചിട്ട് വളരെയധികം ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ എഫിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതുപോലെ ചില ലെറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ എം എന്നൊക്കെ ഒരുപോലെ തന്നെ എഴുതേണ്ട. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ചെറിയ ടിപ്സേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല വ്യത്യാസം തോന്നും. ആദ്യം ഞാനിത് പഠിക്കുമ്പോൾ വളരെയധികം സ്ലോ ആയിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നെയാണ് ഞാൻ അത് പ്രാക്ടീസിലൂടെ തന്നെയാണ് ഞാനത് ഫാസ്റ്റാക്കിയത്. പ്രിൻറ്റഡ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെറ്റേഴ്സൊക്കെ വളരെയധികം പ്ലെയിൻ ആയിരിക്കും. കേഴ്സീവ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഡിസൈൻഡ് പോലെയാണ്. പ്രിൻറ്റഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രിൻറ്റഡ് നമ്മൾ എങ്ങനെയാണ് ചെറുതിലേ നമ്മളുടെ ലെറ്റേഴ്സൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. എക്സെപ്റ്റ് ചില ലെറ്റേഴ്സ്, അതായത് ഞാൻ നേരത്തെ കാണിച്ച പോലെ എ, ജി അങ്ങനെയുള്ള ചില ലെറ്റേഴ്സ് മാത്രം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ ചെറുതിൽ എങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ എഴുതിയാൽ മതി. അതെല്ലാം കൂടി കൂട്ടി നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു സ്റ്റൈല് തന്നെ നിങ്ങൾക്ക് കിട്ടും. സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞത് കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അത്ര പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഇതെന്ന് തന്നെയല്ല എന്ത് കാര്യത്തിനും വേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ എന്തും നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡബിൾ ലൈൻ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് അതിലെ ലൈൻസ് നോക്കി ഇതുപോലെ എഴുതാൻ ശ്രമിക്കുക. കുറച്ച് ടൈം എടുക്കും എങ്കിൽ കൂടി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകും. ഞാനും അത്ര ഈസി ആയിട്ടൊന്നുമല്ല ഇത് പഠിച്ചത്.
പതുക്കെ ടൈം എടുത്തിട്ട് തന്നെ പഠിച്ചത്. പക്ഷേ വൺസ് അത് പഠിച്ചെടുത്തതിന് ശേഷം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട്. അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രിൻറ്റഡ് സ്റ്റൈൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.